ഹലോ, എൻ്റെ കോലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇന്നൊരു ഫേസ് പാക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫേസ് പാക്കിന് മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. എന്തിൻ്റെ ഫേസ് പാക്കാണിത്? ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഫേസ് പാക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് വന്നതിന് ശേഷം, കുഞ്ഞായാലും ശരി വലുതായാലും ശരി, ഭയങ്കരമായിട്ടുള്ള കറുത്ത പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകൾ അവിടെ വന്നിരിക്കും. ആ ഒരു പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസ് ഇത്രയും ക്ലിയർ ആയിട്ട് വന്നത് കേട്ടോ. എൻ്റെ ഫേസിൽ ആ ഒരു ടീനേജ് സമയത്ത് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എല്ലാവരെ പോലെ തന്നെയാണ് കുരുക്കൾ വന്നിട്ട്. എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഒരു ടൈം മീൻസ് ഒരു മാസം എനിക്ക് ഇതേപോലെ മൊത്തം കുരുക്കൾ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ പാട് വരും. ഞാൻ പൊട്ടിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ആ പാട് വരും കേട്ടോ. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഫേസ് പാക്ക് ആയിരുന്നു ഞാൻ ഇനി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ കണ്ടിന്യൂസ് ഇട്ടതിന് ശേഷം എൻ്റെ പാട് ഗ്രാജുവലി മാറുന്നത് കാണാൻ വേണ്ടി പറ്റി. എനിക്ക് തോന്നുന്നു അത്യാവശ്യം സ്പീഡപ്പ് ആയിട്ട് തന്നെയാണ് എൻ്റെ ആ പാട് മാറി തുടങ്ങി കേട്ടോ. അതിനുശേഷം ഞാൻ ഇപ്പോഴും കോൺഫിഡൻ്റ് ആണ്. എൻ്റെ ഫേസിൽ എന്ത് പാട് വന്നാലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ നിന്നുള്ള ഈ പറയുന്ന പാടുകളൊക്കെ പോകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ് കേട്ടോ. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വച്ചിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് മെയിനാണ്. ബാക്കി ഉള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ചെറുതായിട്ട് സ്ലൈറ്റ്ലി മാറ്റാം. ബട്ട് ഞാൻ ഈ പറയാൻ പോകുന്നത് തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടായിരിക്കും. ഇതിന് പകരം ഓൾട്ടർനേറ്റീവായിട്ട് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. അതെടുത്താലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിരിക്കുക. ഇതേപോലെ ഒന്ന് ഹെഡ് ബാൻഡ് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തലമുടി നന്നായിട്ട് കെട്ടിവെക്കുക. അതിനുശേഷം മാത്രമേ ഇടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വെക്കുക. ക്ലെൻസ് ചെയ്താൽ മാത്രം മതി. സ്ക്രബോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് വെക്കേണ്ട. അതിപ്പോൾ നിങ്ങളൊരു ഫേഷ്യൽ ചെയ്യാം. നമുക്കിനി ഒരു ഫേഷ്യലായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ സ്ക്രബും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അല്ലാതെ ഇപ്പോൾ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ നിങ്ങൾ കുഴപ്പമില്ല. സ്ക്രബ് ചെയ്ത ഫേസ് ആയാലും സാരമില്ല, സ്ക്രബ് ചെയ്യാത്ത ഫേസ് ആയാലും സാരമില്ല, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ക്ലെൻസ് ചെയ്തിരിക്കണം, അത് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടറ്റോ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും നമ്മുടെ ഫേസിൽ ടാൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഏറ്റവും ബെസ്റ്റ് ഈ പറയുന്ന പൊട്ടറ്റോ ആണ്. ഇത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. മസ്റ്റായിട്ട് പൊട്ടറ്റോ എടുത്തിരിക്കുക. പൊട്ടറ്റോ ഒന്നുകിൽ ജ്യൂസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ഹാഫ് പൊട്ടറ്റോ തൊലിയോട് കൂടി തന്നെയാണ് നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ചെറിയ ചെറിയ കട്ടയൊന്നും പാടില്ല. എന്നാൽ പിന്നെ ഫേസിൽ അവിടെ ഇവിടെ പൊട്ടിയിരിക്കില്ലേ, നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരച്ചെടുക്കുക. ഒരു ഹാഫ് പൊട്ടറ്റോ ഒക്കെ നമ്മുടെ കുഞ്ഞു ജാറില്ലേ മിക്സിയിൽ, അതിട്ട് അടിച്ചു കഴിഞ്ഞാൽ അരഞ്ഞു വരാന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചാലും അടിഞ്ഞു വരും. പിന്നെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊട്ടറ്റോ മൊത്തത്തിൽ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ്, അപ്പോൾ കുറച്ച് പേർക്ക് എടുക്കാമല്ലോ. ഈ പൊട്ടറ്റോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയി തുടങ്ങി. നമുക്ക് പെട്ടെന്ന് ഫേസ് പാക്ക് ഇടണം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നോ നമ്മൾ ഇടുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഉണ്ടാക്കുക. ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കളർ മാറി തുടങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസ് പാക്കിലേക്ക് പോയി. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും യൂസ് ചെയ്യരുത് പൊട്ടറ്റോ. അപ്പോൾ തന്നെ എടുക്കുക, അപ്പോൾ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ ഞാനൊരു ഹാഫ് പൊട്ടറ്റോയുടെ മൊത്തത്തിൽ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്കാണ് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്. മസൂർ ദാലില്ലേ, ഞാനിവിടെ പിക്ചർ കൊടുത്തേക്കാം. ആ ഒരു ദാലിൻ്റെ പൗഡറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് ഇട്ട് കൊടുക്കുവാണേ. ഞാൻ ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസൂർ ദാൽ നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും സ്കിന്നൊന്ന് ബ്രൈറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾ ഈ പൗഡർ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ ദാല് വാങ്ങി തലേ ദിവസം ഒന്ന് കുതിർത്തിട്ട് പിറ്റേ ദിവസം അരച്ചിട്ട് ഇതിൻ്റെ കൂടി ചേർത്താലും മതി. എൻ്റെ പൗഡർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പൗഡർ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് പൗഡർ ഇല്ല, ഇത് മാത്രമേ റോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഓക്കെ, ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് ലെമണിൻ്റെ പൗഡർ. ഓക്കെ,
കുറച്ച് ഒരു 1/4 മാത്രം മതി ലെമണിൻ്റെ പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് കടലമാവ്. കടലമാവ് ഇല്ലാത്ത ഒരു ഫേസ് പാക്ക് എനിക്കില്ല. ഇത്രയും മാത്രമേ ഞാൻ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ സംഭവമുള്ളൂ. ഇനി നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടാനിൻ്റെ ഫേസ് പാക്ക് ഇട്ട സമയത്തെ ബ്രഷ് വെച്ച് മിക്സ് ചെയ്തപ്പോൾ ഫുൾ ബ്രഷിനകത്തായി. അതുകൊണ്ട് ഇപ്പം ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്രഷ് കൊണ്ട് ഇടാം. ഇനി ഒരു സാധനം കൂടി നമ്മൾ ചേർക്കണം, അത് ഞാൻ പറഞ്ഞു തരാം. ആ ഒരു സാധനമാണ് തൈര്. തൈര് ഓക്കെ ആവുന്നവർക്ക് തൈരിടാം, പാൽ ഓക്കെ ആവുന്നവർക്ക് പാലിടാം. ഒരു സ്പൂണ് തൈരും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനൊന്ന് ജസ്റ്റ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തൈരാണേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കുമല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ നിങ്ങളുടെ ഫേസിന് ഓക്കെ ആവുന്ന രീതിയിൽ ഇതിനെ മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെയാണ്, ലൂസല്ല തിക്കല്ല എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് നേരം ഇനി ഈ ഫേസ് പാക്കിനെ വച്ചേക്കാൻ പാടില്ല. മീൻസ് ഫേസിൽ വച്ചേക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഫേസ് പാക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വച്ചില്ലേ, ഇനി ഫേസ് പാക്ക് പെട്ടെന്ന് തന്നെ ഫേസിനകത്ത് ഇടുക. പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയാനുള്ള പരിപാടിയൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഇടാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെയിൻ്റ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പറയുന്നത് പെയിൻ്റ് അടിക്കുന്നതാണ്. നല്ല രീതിയിൽ പെയിൻ്റ് അടിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് അടുത്തേക്ക് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് ഇങ്ങനെ ഫേസിലേക്ക് പറ്റിയിരിക്കില്ല, ഇങ്ങനെ ഒഴുകി പോവും. അതാണ് പ്രോബ്ലം. അപ്പം അതുകൊണ്ട് പിന്നെ ഫേസ് പാക്ക് ഇടുമ്പോൾ മാലയൊന്നും ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. മാക്സിമം മാലയൊന്നും ഇടണ്ട. മാല ഇട്ട് കഴിഞ്ഞാലുള്ള പ്രോബ്ലം അതിലൊക്കെ പറ്റിപ്പിടിക്കും, പിന്നെ അതൊക്കെ പാടായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഫേസിലിടാം, നിങ്ങളുടെ കയ്യിലിടാം. അതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യണേ, അത് മറന്നു പോകരുത്. ഞാൻ എല്ലാ ഫേസ് പാക്കിലും ഫസ്റ്റ് പറയുന്നതാണ്, പക്ഷെ ഞാൻ ഇതിൽ വിട്ടുപോയി. പാച്ച് ടെസ്റ്റ് മറക്കരുത്, അതെന്തായാലും ഇടുക. ഓക്കെ, ഞാൻ പോലും എടുത്ത ക്വാണ്ടിറ്റി കൂടുതലാണ്. ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ പിന്നെ ബാലൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ഒന്ന് കണ്ടിന്യൂസ് ഒന്ന് ഇട്ട് നോക്കണേ കേട്ടോ. കണ്ടിന്യൂസ് തന്നെ ഇടുക. പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത് മാത്രം ഇടുക, അങ്ങനെയൊന്നുമല്ല, എല്ലാ സ്ഥലത്തും ഇടാം. കാര്യം എന്ന് വെച്ചാൽ ഇത് ഓവറോൾ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പിഗ്മെന്റേഷൻ മാത്രമല്ല, ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും. ഈ പറയുന്ന പൊട്ടറ്റോ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കേ, നല്ല രീതിയിൽ കട്ടിക്കിട്ട് കൊടുത്താലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. തിന്നായിട്ട് ഇട്ട് കൊടുക്കരുത്, നല്ല കട്ടിക്ക് തന്നെ ഇടുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പൊട്ടറ്റോ പെട്ടെന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ ബ്രഷ് കൊണ്ടായാലും കൈ കൊണ്ടായാലും ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് കൂടെ ഇങ്ങനെ പോരും. അപ്പോൾ മാക്സിമം കട്ടിക്ക് ഇട്ട് കൊടുക്കുക. കാണുമ്പോൾ ഒരു വികൃതമായിട്ടിരിക്കും, ബട്ട് നമ്മളതൊന്നും നോക്കരുത്. ഓക്കെ, ഞാൻ മുമ്പൊക്കെ ഇട്ട ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ടാനിൻ്റെ വളരെ സിമ്പിളായിട്ടൊരു ഫേസ് പാക്കാണ്. നമുക്കിനി ഹാർഡായിട്ടുള്ള ഫേസ് പാക്കുകൾ ട്രൈ ചെയ്യാം. ഞാൻ ഉടനെ തന്നെ ഇടാം കേട്ടോ. നിങ്ങൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഫേസ് പാക്ക് നിങ്ങൾ കാണുമ്പോൾ ഡെയിലി കൊച്ചു ഓരോ ഫേസ് പാക്കാണല്ലോ എന്ന് വിചാരിക്കരുത്. ഇതൊന്നും ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുന്നതല്ല. എൻ്റെ ഫേസിൽ ചിലപ്പോൾ വീക്കിലി ഒരു ഫേസ് പാക്കൊക്കെ ഇടുകയുള്ളൂ ആയിരിക്കാം എന്നല്ല, ഒരു ഫേസ് പാക്ക്. എനിക്ക് മെയിനായിട്ട് ഫേസ് പാക്ക് ഇടാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു പണ്ട്, സ്കൂൾ ടൈം. ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫേസ് പാക്കൊക്കെ ഇടാനും ഇത് കുറേ നേരം ഇങ്ങനെ വെക്കാനും. എനിക്ക് ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ അപ്പം കിടക്കാനൊക്കെ തോന്നും. കിടക്കാൻ പറ്റില്ലല്ലോ ഫേസ് പാക്ക് ഇട്ടിട്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് ഈ ഫേസ് പാക്ക് എപ്പോൾ ഇടാം അപ്പം എനിക്ക് കിടക്കണം, അപ്പം എനിക്കിങ്ങനെ ഫേസ് ചൊറിയാൻ തോന്നും, അങ്ങനെയൊക്കെ എന്തോ.
പ്രത്യേകിച്ച് കയ്യിലും കൂടെ ഇടുമ്പോൾ പിന്നെ അത്രയും നാളും ഞാൻ പാത്രമൊന്നും കഴുകാത്ത ഞാനാണെങ്കിൽ എനിക്ക് അപ്പം പാത്രം കഴുകണം. അങ്ങനെയൊക്കെ ഓരോ ആചാരങ്ങൾ പോലെ. ഞാൻ ഈ പെയിൻ്റ് അടിക്കുന്ന പോലെ ഒപ്പി ഒപ്പി വയ്ക്കുന്നത് ഇരിക്കുന്നില്ലടാ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടു ആ ഇരിക്കാത്ത സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്ത് വയ്ക്കാം. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് പൊട്ടറ്റോ മാത്രം നമ്മൾ വെച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ വരും. ഈ പൊട്ടറ്റോൻ്റെ മെയിൻ കാരണം അതാണ്, ഇങ്ങനെ വെള്ളമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് കഴുത്തിൽ പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിയേ എന്തൊക്കെ കേൾക്കണമല്ലേ. കുറച്ച് ഇതേപോലെ വൈഡായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കേട്ടോ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെയിൻ്റ് അടിക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ പെയിൻ്റ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എന്തായാലും ഇന്ന് ഞാൻ കയ്യിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. കഴുത്ത് വെച്ച് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം. അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കേ. സ്കൂളിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ അല്ല ഈ പറയുന്ന ശരിയാ, പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടീനേജുകാരൊക്കെ നല്ല രീതിയിൽ ട്രൈ ചെയ്യും. ടീനേജ് എല്ലാ പ്രായത്തിലും ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞത് ടീനേജൊക്കെ ആ പ്രായത്തിലാണ് കൂടുതൽ പിമ്പിൾസ് വരികയും ഡാർക്കായിട്ട് നമ്മുടെ ഫേസ് ആക്കുകയും ചെയ്യുന്നത് ആ ഒരു ടൈമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വർക്കായതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ബാക്കി കെയറും കൂടി വേണം, ഇല്ലയെന്നല്ല. ബട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഫേസ് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സ്കൂൾ വിട്ട് വരുമ്പോഴായാലും ഒക്കെ ഫേസ് കഴുകാൻ വേണ്ടിയിട്ട് നോക്കുക. കഴുകിയിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അല്ലാതെ കഴുകാതെ നിങ്ങൾ അതേ വിയർപ്പും പൊടിയും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകുന്ന പറയുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ സ്കിന്നിൽ പെനിട്രേറ്റ് ചെയ്ത് കയറും. അങ്ങനെയൊക്കെയാണ് ഇതിരുന്നിരുന്നാണ് പിമ്പിൾസ് കൂടുതൽ വരുന്നത്. അപ്പോൾ പിമ്പിൾസൊക്കെ സെൻസിറ്റീവ് സ്കിന്നുകാരൊന്നും അങ്ങനെ സ്കിന്നൊന്നും വെച്ച് വെറുതെ ഇങ്ങനെ കളിക്കരുത് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. വർത്താനം പറഞ്ഞ് ഫുള്ള് പെയിൻ്റ് അടിച്ച് ബാക്കി ഇത് എനിക്ക് ഇത്രയുണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കയ്യിലെന്തെങ്കിലുമൊക്കെ ഇടാം. അപ്പോൾ നമുക്കിത് ഉണങ്ങണം. എത്ര മിനിറ്റ് ഇരിക്കണം? 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ്. കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങിയെന്ന് തോന്നാനും പാടില്ല, എന്നാൽ ഉണങ്ങിയിരിക്കണം. ആ ഒരു രീതിയിലിരിക്കണം. ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്യാൻ നേരത്ത് റിസൾട്ടും കൊണ്ട് ഞാൻ വരുന്നതാണ്. ബൈ ബൈ. ഓക്കെ, അങ്ങനെ ഫേസ് ഞാൻ അത്യാവശ്യം ഒരു 20 മിനിറ്റ്സ്. ഓക്കെ, അങ്ങനെ ഞാൻ 20 മിനിറ്റ്സ് കഴിഞ്ഞതേ വന്നിട്ടുണ്ട്. ഞാൻ ഓൾട്ടർനേറ്റീവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ ഇത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എപ്പോഴത്തെയും പോലെ സ്പഞ്ച് അല്ലെങ്കിൽ എടുക്കുക. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്പഞ്ചല്ലേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് റബ്ബ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ഇത് കുറച്ച് മെസ്സിയാണ്. മറ്റതുപോലെ നമ്മൾ ഇതിൽ പെട്ടെന്ന് തന്നെ വരില്ല, മൊത്തം തറയിപ്പോവും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. കണ്ടല്ലോ. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി ഞാൻ മൊത്തത്തിൽ പോയി വാഷ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ മൊത്തം മെസ്സിയാവും. അപ്പോൾ ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഫേസ് കംപ്ലീറ്റ് വാഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഡെയിലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിഗ്മെൻറ്റേഷൻ മാറുന്നവരേക്കും ട്രൈ ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇനി ഓൾട്ടർനേറ്റീവ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മസൂർ ദാൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടലമാവ് തന്നെ ഇട്ട് ഇതും നമ്മുടെ പൊട്ടറ്റോൻ്റെ ഈ ഒരു ഇത് മീൻസ് ജ്യൂസ് അല്ലെങ്കിൽ പൊട്ടറ്റോ കംപ്ലീറ്റ് ആയിട്ട് അരച്ച് ചേർത്ത് പാലല്ലെങ്കിൽ
തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. നമ്മളിപ്പോൾ എന്ത് ഫേസ് പാക്ക് ഇടുന്നെങ്കിലും അതിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പൊട്ടറ്റോ ജ്യൂസ് അല്ലെങ്കിൽ പൊട്ടറ്റോൻ്റെ ഈ ഒരു ഞാൻ പറഞ്ഞില്ല മൊത്തത്തിൽ അരച്ചെടുത്തതില്ല അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിരിക്കണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പൊട്ടറ്റോ ആയിരിക്കണം മെയിനായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ പൊട്ടറ്റോ നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായി, അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. പാച്ച് ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്, അത് മറന്നു പോകരുത്, അതെന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.